നമ്മൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരും നമ്മുടെ ഈ ചർച്ച കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്നവരും എല്ലാം ജനിക്കുന്നതിന് വളരെ മുമ്പ് ഉദ്ദേശം ഏകദേശം ഒരു നൂറ്റാണ്ട് മുമ്പ് അതിനൊരു 8-10 വർഷത്തിൻ്റെ ഒരു കുറവുണ്ടാവും. അന്നത്തെ ജർമ്മനിയിൽ റീസ്റ്റാഗിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അന്ന് ഹിറ്റ്ലർ പറഞ്ഞിട്ടുള്ള കുറേ വാക്കുകളുണ്ട്. അതെല്ലാം റെക്കോർഡിലുള്ളത് തന്നെയാണ്. എനിക്ക് കുടുംബമില്ല, എനിക്ക് മക്കളില്ല, ഞാൻ ജർമ്മനിയിലെ കുട്ടികൾക്ക് വേണ്ടിയാണ്, ജർമ്മനിയിലെ യുവതയ്ക്ക് വേണ്ടിയാണ്, ഈ രാജ്യത്തിന് വേണ്ടിയാണ് ഞാനിവിടെ വോട്ടഭ്യർത്ഥിക്കുന്നത്. ഞങ്ങളുടെ പാർട്ടി നാഷണൽ സോഷ്യലിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്നാൽ മെയ് 1 എന്നുള്ളത് ഈ ജർമ്മനിയിലെ പണിയെടുക്കുന്ന വിഭാഗം ജനങ്ങളുടെ പൊതു ഒഴിവ് ദിനമായി പ്രഖ്യാപിക്കുകയും ജർമ്മനി പണിയെടുക്കുന്ന ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതായ ലോകത്തിലെ ആദ്യത്തെ രാഷ്ട്രമായി മാറുകയും ചെയ്യും. തീരുന്നില്ല. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ മറ്റൊന്ന്, ജർമ്മനിയിലെ സ്ത്രീകളുടെയും എല്ലാ വിഭാഗം ജനങ്ങളുടെയും അവകാശങ്ങൾ സംരക്ഷിച്ചുകൊണ്ടായിരിക്കും നാസി പാർട്ടി റീസ്റ്റാഗിൽ അത്തരത്തിൽ ഞങ്ങൾ പെരുമാറുക, ഞങ്ങളുടെ നിയമങ്ങൾ അങ്ങനെയായിരിക്കും. തീരുന്നില്ല. തെരഞ്ഞെടുപ്പിൻ്റേതായിട്ടുള്ള മൂർധന്യാവസ്ഥയിലേക്ക് കടക്കുമ്പോഴേക്കും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ആത്മകഥ, അതിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും അത് പ്രകടമായി തന്നെ പുറത്തു വരുന്നു. ഇവിടെ RSSൻ്റെ പ്രഖ്യാപിതമായ വിശുദ്ധ ഗ്രന്ഥമായ വിചാരധാരയിൽ പറഞ്ഞിട്ടുള്ള ആഭ്യന്തര ശത്രുക്കൾ മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, കമ്മ്യൂണിസ്റ്റുകൾ എന്നുള്ളതിനെ വിപുലീകരിച്ച് ഇപ്പോൾ 5 എമ്മുകളായി മാറിയിട്ടുണ്ട്. അതിൽ മുസ്ലിങ്ങൾ, മിഷണറിമാർ, മാർക്സിസ്റ്റുകൾ, മെക്കാളയിസ്റ്റുകൾ, മെറ്റീരിയലിസ്റ്റുകൾ എന്നുള്ള നിലയിലേക്കെല്ലാം വന്നിട്ടുണ്ട്. ഇവിടെ അങ്ങേറ്റത്തെ വിദ്വേഷം, വെറുപ്പ്, വിഭാഗീയത, അത്തരത്തിൽ മനുഷ്യൻ്റെ മനസ്സുകളെ വിഭജിക്കുന്ന നിലയിലേക്ക് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ബഹുകക്ഷി ജനാധിപത്യ വ്യവസ്ഥ ഇന്ന് നിലനിൽക്കുന്ന രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷിയുടെ സ്റ്റാർ ക്യാമ്പയിനറാണ് ഇതെല്ലാം നടത്തുന്നത്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത് നിങ്ങൾ 1930കളുടെ ആരംഭത്തിൽ എന്തായിരുന്നു ഹിറ്റ്ലർ പറഞ്ഞത് എന്നും അത് കഴിഞ്ഞ് കൃത്യമായി എങ്ങനെയാണ് മൂർഖൻ പാമ്പ് ഫണം വിടർത്തി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് എത്തിയത്, അങ്ങേറ്റത്തെ വംശീയ വെറിയിലേക്ക് മാറിയത്, യഹൂദന്മാരെ കൊലപ്പെടുത്തിക്കൊണ്ട്, സോഷ്യലിസ്റ്റുകളെ കൂട്ടത്തോടെ പിടികൂടി കൊലപ്പെടുത്തിക്കൊണ്ട്, കമ്മ്യൂണിസ്റ്റുകാരെ വകവരുത്തിക്കൊണ്ട്, ട്രേഡ് യൂണിയനിസ്റ്റുകളെ വകവരുത്തിക്കൊണ്ട്. ഓർമ്മയുണ്ടല്ലോ, അവർ കമ്മ്യൂണിസ്റ്റുകളെ തേടി വന്നു, ഞാനൊന്നും മിണ്ടിയില്ല. ഞാൻ സോഷ്യലിസ്റ്റുകളെ അവർ തേടി വന്നു, ഞാനൊന്നും മിണ്ടിയില്ല. അവർ യഹൂദന്മാരെ തേടി വന്നു, ഞാനൊന്നും മിണ്ടിയില്ല. കാരണം ഞാനതൊന്നും ആയിരുന്നില്ല. എന്നാൽ എന്നെ തേടി വന്നപ്പോൾ ശബ്ദിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന് 2ാം ലോക മഹായുദ്ധാനന്തരം പിന്നീട് അത്തരത്തിൽ ഒരു പാസ്റ്റർ തന്നെ അദ്ദേഹത്തിൻ്റെ കുറ്റസമ്മതം പോലെ ഒരു കവിത വന്നതറിയാമല്ലോ. ഇവിടെ ഈ ഗോൾ പോസ്റ്റുകൾ, ശ്രീ മോദി വളരെ കൃത്യമായി ഗോൾ പോസ്റ്റുകൾ മാറ്റിക്കൊണ്ടേയിരിക്കുന്ന ആളാണ്. അദ്ദേഹം ഒരു കാര്യം പറയും, മറ്റൊരു കാര്യം ചെയ്യും, മറ്റൊരു കാര്യം പറയും, വേറൊരു കാര്യം ചെയ്യും. എല്ലാ പഴികളും മറ്റുള്ളവർക്കാണ്. അത് പ്രതിപക്ഷത്തിനാണ്, മറ്റുള്ളവർക്കാണ്. ഈ രാജ്യത്തിൻ്റെ ഇത്തരം കാര്യങ്ങളിൽ രാഷ്ട്രത്തിൻ്റെ കോടതി ഉത്തരവിനെ പോലും പരസ്യമായി നിന്ദിക്കുന്ന നിലയിലേക്ക് രാഷ്ട്രത്തിൻ്റെ പ്രധാനമന്ത്രി എത്തുക എന്ന് പറഞ്ഞാൽ, ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട കേസിൻ്റേതാണ് ഞാൻ അത്തരം കാര്യത്തിൻ്റെ പറഞ്ഞത്. സുപ്രീം കോടതി അവിടെ സൂചിപ്പിച്ചത്, ഞാൻ വർഗീയതയുടെ ഇടയിലാണെങ്കിലും ഇതൊരു സാമ്പത്തിക വിഷയം മാത്രമല്ല, പ്രധാനപ്പെട്ട രാഷ്ട്രീയ വിഷയമാണ്. എന്തുകൊണ്ട്? ഇന്ത്യയുടെ സമീപകാലത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതി എന്നുള്ളത് അങ്ങനെ അഴിമതി വ്യവസ്ഥാപിതമാക്കുന്നതിന് വേണ്ടിയും നിയമപരമാക്കുന്നതിന് വേണ്ടിയും ഭരണഘടനാപരമാക്കുന്നതിന് വേണ്ടി നടത്തിയ പരിശ്രമത്തെയാണ് സുപ്രീം കോടതി അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറഞ്ഞുകൊണ്ട് റദ്ദാക്കിയത്. അതിനെ അടക്കം ന്യായീകരിക്കാനായി വരിക എന്ന് പറഞ്ഞാൽ അതിനപ്പുറം പിന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ. ശരി, ഓക്കെ, അതാണ് CPM-ന്റെ ടേക്ക്.